ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയാലോ. റാഗി ഇടിയപ്പവും കാടാമുട്ട റോസ്റ്റും ആണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ മില്ലിൽ പൊടിച്ച് വാങ്ങിയ റാഗി പൗഡറാണ് കേട്ടോ, അല്ലാതെ പാക്കറ്റിൽ മേടിച്ചതൊന്നുമല്ല. ആദ്യം റാഗി പൗഡർ 2 സ്പൂൺ എടുത്ത് ഒരു ബൗളിലേക്ക് ഇടുക. എന്നിട്ട് നമുക്കൊരു വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ റാഗി പൗഡറിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യോ വെളിച്ചെണ്ണയോ അത് ഓപ്ഷണലാണ്, താല്പര്യമുള്ളവർ ഒഴിച്ച് കൊടുത്താൽ മതി. കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ റാഗി. അപ്പം നല്ല തിളപ്പിച്ച സാധാ ഇടിയപ്പം ഉണ്ടാക്കും പോലെ തന്നെയാണ്. നല്ല തിളപ്പിച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കുറച്ച് തണുത്ത് വരുമ്പോൾ നമുക്ക് കൈ വെച്ച് ഉരുട്ടി ഇത് പരുവത്തിലെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. റാഗി ആണെങ്കിൽ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണല്ലോ. ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇട്ടും തേങ്ങ ഇടാതെയൊക്കെ ഉണ്ടാക്കാം. ഞാൻ കുറച്ച് കൂടുതൽ മോളാണ് കേട്ടോ ഇന്ന് ഇടിയപ്പത്തിന് പിഴിഞ്ഞതേ. അപ്പം കുറച്ച് കൂടുതൽ തേങ്ങ വെച്ചു. ഞാനാണെങ്കിൽ കുറച്ച് തേങ്ങ ഇടാറുള്ളേ. മോള് കുറച്ച് കൂടുതൽ തേങ്ങയാണ് കേട്ടോ ആദ്യം നമ്മൾ തേങ്ങ വെച്ചിട്ട് സാധാ ഇടിയപ്പത്തിന് പിഴിയും പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇടിയപ്പം പിഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഈ സേവനാഴി ഉണ്ടല്ലോ, ഈ പിഴിയുന്ന സാധനത്തിനകത്ത് കുറച്ച് നെയ്യോ എണ്ണയോ വല്ലതും ബ്രഷ് വെച്ചൊന്ന് തടവി കൊടുത്താൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഇടിയപ്പം കിട്ടുന്നതാണേ. നമ്മൾ ഒരു 10-12 ഇടിയപ്പത്തിനുണ്ടായിരുന്നു കേട്ടോ 2 സ്പൂൺ മാവ് എടുത്തപ്പോൾ. അപ്പം നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞെടുക്കുക. നല്ലൊരു വെറൈറ്റി കളറാണ്, അടിപൊളിയായിരുന്നു കേട്ടോ ടേസ്റ്റ്. നമുക്ക് റാഗിയൊക്കെ വേറെ പലതരം ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് കൊണ്ട് ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലോ. ഇത് പക്ഷേ അങ്ങനത്തെ ഒരു വ്യത്യാസവും ഇല്ല. സാധാ ഇടിയപ്പം പോലെ തന്നെയാണ്. റാഗി ആണെന്ന് തോന്നത്തില്ല. ഇവിടെ എൻ്റെ മോക്കൊന്നും റാഗി അത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് മോനും വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഏട്ടനും കഴിക്കത്തില്ല. അപ്പം ഞാൻ മോനും കൂടി വേണ്ടി ഉണ്ടാക്കിയത്. പക്ഷേ മോള് കഴിച്ച് നോക്കിയപ്പോൾ അമ്മ കൊള്ളാൻ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ലയെന്ന് പറഞ്ഞ് മോളും കഴിച്ചായിരുന്നു. അങ്ങനെ ഇടിയപ്പമൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കാടാമുട്ട റോസ്റ്റാണ് കേട്ടോ. ആദ്യം നമുക്കൊരു പാൻ എടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഇതിൽ റോസ്റ്റിന് കൂടുതൽ ചെറിയ ഉള്ളി ഇടുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അങ്ങനെ ചെറിയൊരു 10-15 വലിയ കഷ്ണം ചെറിയ ഉള്ളിയായിരുന്നേ. അപ്പോൾ 10-15 ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് എല്ലാം കൂടി ചേർത്ത് വശക്കി കൊടുക്കുക. ഒരു ചെറിയ സവാളയും കൂടെ കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ല വശങ്ങി വരാറാകുമ്പോൾ നമുക്ക് ഈ സവാളയും തട്ടി കൊടുക്കുക. അതിലേക്ക് ഒരു പച്ചമുളക് 2, ഞാനൊരു പച്ചമുളകാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. എല്ലാം കൂടി നല്ല രീതിയിൽ വശക്കി കൊടുക്കുക. മോള് വച്ചപ്പോഴേ പറഞ്ഞ അമ്മ എനിക്ക് വേണ്ട, മോൾ ഈ നാടൻ മുട്ട അതൊന്നും കഴിക്കത്തേ ഇല്ല കേട്ടോ. ഇത് നാടൻ കാടൻ മുട്ടയാണെങ്കിൽ ഇവിടെ വെള്ളയണിന്ന് ഒരു ചേച്ചി കൊണ്ടുവരുന്നതാണേ. മുളയും പച്ചമുളകും എല്ലാം കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ നല്ല വഴറ്റി വരണം കേട്ടോ. ഇത് സിമ്പിളാണ് കേട്ടോ, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഞാൻ എപ്പോഴും കറി വെച്ചാലും അങ്ങനെ പറയുമെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടോ? എല്ലാം വളരെ സിമ്പിളാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വളരെ സിമ്പിളായിട്ട് തോന്നാറുള്ളൂ. എന്താണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുക. എല്ലാം കൂടി നല്ല വഴണ്ട് വരുമ്പോൾ നമുക്ക് പൊടികളായിട്ട് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, വീട്ടിൽ പൊടിച്ച ഗരം മസാല, വീട്ടിൽ പൊടിച്ച മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ ഈ ഉള്ളിയുടെയും ഇതിൻ്റെ കൂടെ എല്ലാം കൂടി നല്ല പൊടികളെല്ലാം കൂടി പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം വശങ്ങി വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു തക്കാളി, ചെറിയ സൈസ് തക്കാളിയും കൂടി ആഡ് ചെയ്ത്, ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ, ഇപ്പം ഉപ്പ് കൂടി ഇട്ട് എല്ലാം കൂടി നല്ല പരുവത്തിൽ വഴറ്റി കൊടുക്കുക. അതിലേക്ക് തിളപ്പിച്ച ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കാടാമുട്ട അവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ 10 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഇന്ന് ഒരു മുട്ട ചെറുക്കുട്ടനും കൂടി അവിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 9 മുട്ടയാണ് കേട്ടോ കറി വെച്ചത്. ഇട്ട് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മോള് പറഞ്ഞ് കാടാമുട്ട കഴിക്കത്തില്ല എന്ന് പറഞ്ഞ ആളും കഴിച്ചു, ഇടിയപ്പവും കഴിച്ചു. ഇടിയപ്പവും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ മോളും കഴിച്ചിട്ടുണ്ട് കാടാമുട്ടയും ഇടിയപ്പമൊക്കെ. അപ്പം സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ, എല്ലാത്തിനും നല്ല അടിപൊളിയായിരുന്നു. ഉച്ചയ്ക്ക് ബാക്കി ഇരുന്നതും കൂടി ചോറിൻ്റെ കൂടെയും കഴിച്ചു, അതും അടിപൊളിയായിരുന്നേ. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഡെയിലി വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവരും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ഇട്ട് കൊടുക്കണം. താങ്ക്